നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കിടിലൻ പ്രൊഡക്റ്റിന്റെ അൺബോക്സിംഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു DJ സ്പീക്കറാണ്. സെബ്രോണിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഗ്ലോബോക്സ് 8B എന്ന് പറയുന്ന മോഡലാണിത്. ആമസോണിൽ ഇതിന്റെ പ്രൈസ് 13,000 രൂപയാണ്. ഇതിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇതിലെ ഫീച്ചേഴ്സ് ഒക്കെ കിടിലനാണ്. ഒരുപാട് അടിപൊളി ഫീച്ചേഴ്സ് സെബ്രോണിക്സ് ഈ ഒരു പ്രൊഡക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഇതൊന്ന് അൺബോക്സ് ചെയ്യണം. കുറച്ച് വെയിറ്റ് ഉണ്ട്. 7.65 kg ആണ് ഇതിന്റെ വെയിറ്റ്. ബോക്സ് ഓപ്പൺ ആകുന്നുണ്ടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഈ ഒരു പ്രൊഡക്റ്റിന്റെ കൂടെ കുറച്ച് ആക്സസറീസ് ആണ്. ഓക്സ് കേബിൾ ഉണ്ട്, റിമോട്ട് ഉണ്ട്, പിന്നെ നല്ലൊരു മൈക്ക് ഉണ്ട്, ഒരു ചാർജിങ് അഡാപ്റ്റർ ഉണ്ട്. ഒപ്പം ലഭിക്കുന്ന ഈ കാർഡിലേക്ക് QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ യൂസർ മാനുവലും ലഭിക്കുന്നതാണ്. സെബ്രോണിക്സിന്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ അത് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ആക്സസറീസും ആ ബോക്സിനുള്ളിൽ തന്നെ കാണും. ഇതിന്റെ അകത്ത് നമുക്ക് കുറെ അധികം സാധനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ബോക്സിലെ ലാസ്റ്റ് കണ്ടന്റ്. അതായത് നമ്മുടെ മെയിൻ ഐറ്റം DJ സ്പീക്കർ ആണ് ഈ കാണുന്നത്. നല്ല അടിപൊളി ലുക്കും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ക്യാരി ചെയ്യാനും സാധിക്കും. ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിലും അതൊക്കെ തോളെ വെച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും. ഇതിൽ 160 വാട്ട്സിന്റെ RMS ഔട്ട്പുട്ട് ആണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി സൗണ്ട് എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെ ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ DJ സ്പീക്കർ ഓൺ ആയി കഴിയുമ്പോഴാണ് ഇതിന്റെ കിടിലൻ ലുക്ക് നമുക്ക് കിട്ടുക. അതായത് ഇതിന്റെ എല്ലാ ഭാഗങ്ങളിലും RGB ലൈറ്റ് നൽകിയിട്ടുണ്ട്. ബാക്കിലും ഫ്രണ്ടിലും എല്ലായിടത്തും ഫുൾ RGB സെറ്റപ്പ് ആയിട്ട് നമുക്ക് തോന്നും. ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കാണിച്ചു തരാം. നോക്കിയേ, കിടിലൻ ലുക്കാണ്. ഇത് നമ്മൾ ഒരു പാർട്ടിക്കൊക്കെ കൊണ്ടുവച്ചൊരു DJ പ്രോഗ്രാമിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു പ്രത്യേക വൈബ് നമുക്ക് ഫീൽ ചെയ്യും. അമ്മാതിരി ലൈറ്റിംഗ് സെറ്റപ്പ് ഇതിൽ നൽകിയിട്ടുണ്ട്. ഇതിന് ഈ ബാക്ക് സൈഡ് ഒക്കെ ഉണ്ടല്ലോ പാനല്, ഇതും ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പാനലാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിൽ ഇതേപോലെ ഒരു മെഷ് ഗ്രില്ല് നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സെബ്രോണിക്സിന്റെ ബ്രാൻഡിങ്ങും ഫ്രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് ഇത് നമ്മുടെ കയ്യിൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ ഇതിന്റെ ബാക്കി സെറ്റപ്പുകളൊക്കെ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ മുകളിലായിട്ടാണ്. ഇത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ്, ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ, അതെല്ലാം ഇതിന്റെ മുകൾ ഭാഗത്താണ്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിനോടൊപ്പം ഇതിനൊരു ഹാൻഡിലുണ്ട്. അത് ബാക്ക് സൈഡിലായിട്ടാണ് നൽകിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ താഴ്ഭാഗത്ത് റബ്ബർ പാഡിംഗ് ആണ് നൽകിയിട്ടുള്ളത്. വീൽസ് നൽകിയിട്ടില്ല. ചില DJ സ്പീക്കറിനൊക്കെ വീൽസ് ഉണ്ടാവും. അത് കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള സ്പീക്കർ ആണെങ്കിൽ വീൽസിന്റെ ആവശ്യമുള്ളൂ. ഇത് ഏകദേശം 7.6 kg ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും ഇതിന് വീൽസ് നൽകിയിട്ടില്ല. അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു സ്പീക്കർ നമുക്ക് ഇങ്ങനെ മാത്രമേ വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഇതിന്റെ താഴെ സൈഡിൽ മാത്രമേ റബ്ബർ പാഡിംഗ് ഉള്ളൂ. ചില DJ സ്പീക്കറുകളൊക്കെ നമുക്ക് ഇങ്ങനെയും വെക്കാനായിട്ട് പറ്റും. ഇങ്ങനെ വെക്കണമെങ്കിൽ വെക്കാം, പക്ഷെങ്കിൽ ഇത് സ്ക്രാച്ച് ആകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇതിൽ റബ്ബർ പാഡിംഗ് കൊടുത്തിട്ടില്ല. റബ്ബർ പാഡിംഗ് നമുക്ക് ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ. അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം നമ്മൾ കൂടുതലും ഇതുപോലുള്ള സ്പീക്കറുകൾ ഈ ഒരു പൊസിഷനിൽ വെച്ച് തന്നെ ആയിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത്. അപ്പം അതൊരു പ്രശ്നമല്ല. അങ്ങനത്തെ സൗകര്യം ഇല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സ് ആൻഡ് കൺട്രോൾസ് ഒന്ന് പരിചയപ്പെടാം. ഇത് ഫുൾ ചാർജ് ആകാനായിട്ട് 5 hours എടുക്കും. അതേപോലെ പ്ലേ ബാക്ക് ടൈം 12 hours ആണ് കമ്പനി പറയുന്നത്. ഇതിന്റെ ഫുൾ ഫംഗ്ഷൻസ് ഇതിന്റെ ടോപ്പിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു മൈക്ക് ഇൻ പോർട്ട് നൽകിയിട്ടുണ്ട്. വയർഡ് ആയിട്ട് നമുക്ക് മൈക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. പിന്നെ ഒരു ഓക്സിൻ പോർട്ട് ഉണ്ട്, USB പോർട്ട് ഉണ്ട്, TF കാർഡ് നമുക്ക് വിട്ടുകൊണ്ട് മെമ്മറി കാർഡിന്റെ ത്രൂവും പാട്ടുകൾ കേൾക്കാനായിട്ട് സാധിക്കും. അതിനടുത്തായിട്ട് ഇതേപോലെ 4 റോട്ടറി കൺട്രോൾസ് നൽകിയിട്ടുണ്ട്. ആദ്യത്തേത് എക്കോ എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ മൈക്ക് ഉപയോഗിക്കുമ്പോൾ എക്കോ നമുക്ക് ഇവിടെ നിന്ന് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. പിന്നെ മൈക്കിന്റെ വോളിയം ലെവൽ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ട്രിബിൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ എന്ത് ചേഞ്ചസ് വരുത്തിയാലും ഇതിന് താഴെ ഒരു ചെറിയ ഡിജിറ്റൽ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നോക്കി, ഞാനിവിടെ ട്രിബിൾ കൂട്ടുകയാണ്, ഇനി ബാസ് കുറച്ചു. അപ്പോൾ ഈ ഡിജിറ്റൽ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് നല്ല പ്രയോജനമാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ തൊട്ടടുത്തായിട്ടാണ് ചാർജിങ് പോർട്ട് നൽകിയിരിക്കുന്നത്. അതിന്റെ താഴെയുള്ളത് ഈ സ്വിച്ചിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് RGB ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ലൈറ്റ് ഫുള്ളി നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇങ്ങനെ ഓഫ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് LED മോഡ്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പല മോഡ്സ് ഉണ്ട്, അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിന്റെ താഴെയുള്ള ഈ ഒരു ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ മോഡ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇൻഡോർ ഔട്ട്ഡോർ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ അത് തെളിഞ്ഞു വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ താഴെ റെക്കോർഡ് ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ സ്വിച്ച് ആണ് ഇതിന്റെ പവർ ബട്ടൺ. ജസ്റ്റ് ഇതിൽ ഓൺ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനടുത്തായിട്ട് മോഡ് ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്ത് മോഡ് ആണോ അതോ FM ആണോ ഓക്സ് ആണോ ഏതാണെന്നുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ താഴെയുള്ള ഈ 3 ബട്ടൺസ് യൂസ് ചെയ്തുകൊണ്ട് പ്ലേ പോസ് ചെയ്യാനും നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകാനും പ്രീവിയസ് സോങ്ങിലേക്ക് പോകാനും സാധിക്കും. ഇതിന്റെ അടുത്തായിട്ടുള്ളത് ഈ റോട്ടറി വോളിയം കൺട്രോളിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഈ സ്പീക്കർ ഓൺ ആയി കഴിയുമ്പോൾ തന്നെ ഈ LED ലൈറ്റ് തെളിഞ്ഞു വരും. ഇത് നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ LED ലൈറ്റിംഗ് സെറ്റപ്പ് മൊത്തത്തിൽ ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞാലും ഈ ഒരു റോട്ടറി കൺട്രോളിലുള്ള ഈ ലൈറ്റ് ഓഫ് ആകത്തില്ല. ചാർജിങ് ടൈമിലും എല്ലാം തന്നെ ഇതേപോലെ ഇത് ഇങ്ങനെ കത്തിക്കിടക്കും. അപ്പോൾ ഇതൊരു അടിപൊളി സംഭവമാണ്. അതിനോടൊപ്പം തന്നെ ഇതിലുള്ള ഈ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ഏത് മോഡിലാണ് എന്തൊക്കെയാണ് ഇതിലെ സെറ്റിംഗ്സ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഡിജിറ്റൽ ഡിസ്പ്ലേ നോക്കിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്നതാണ്. റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം. ഓൺ ഓഫ് ചെയ്യാൻ
ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ മോഡ് ചേഞ്ച് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം, മ്യൂട്ട് ചെയ്യാം, ഇക്വലൈസർ ഇവിടെ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ റിമോട്ടിലും ചെയ്യാൻ പറ്റും. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റിമോട്ടാണ് ഇതിനോടൊപ്പം ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ഡ്രൈവേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20.32 സെന്റിമീറ്ററിന്റെ ഡ്യുവൽ ഡ്രൈവേഴ്സ് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ കണക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ ബ്ലൂടൂത്ത് 5 ആണ് കിട്ടുക. നമുക്ക് ഒരുമാതിരിപ്പെട്ട ബ്ലൂടൂത്ത് എനേബിൾ ആയിട്ടുള്ള ടിവിയിലും അതേപോലെ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും ഫോണിലും ഒക്കെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. USB ത്രൂ ഇതിൽ പാട്ട് കേൾക്കാനായിട്ട് പറ്റും. ഇപ്പൊ വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്ത് എപ്പോഴും പാട്ട് കേൾക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്ത് അതിൽ കുറച്ച് പാട്ട് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിനോടൊപ്പം ലഭിച്ചിട്ടുള്ള മൈക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ക്വാളിറ്റി ഉള്ള ഒരു മൈക്കാണ് ഇതിനോടൊപ്പം കിട്ടിയിട്ടുള്ളത്. ഇത് പെയർ ചെയ്യാനായിട്ട് വളരെ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഈ മൈക്ക് ഓൺ ചെയ്യുന്നു. ഹലോ ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഡിലേ ഇല്ല. നമ്മൾ ജസ്റ്റ് മൈക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് ഈ ഒരു സ്പീക്കറുമായിട്ട് കണക്ട് ആവും. ജസ്റ്റ് ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഓഫ് ചെയ്തപ്പോൾ തന്നെ മൈക്ക് ഡിസ്കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ ഓൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ ഇതുമായിട്ട് പെയർ ആയിക്കോളും. അപ്പം മൈക്ക് കണക്ട് ചെയ്ത് വയർലെസ് ആയിട്ട് ഉപയോഗിക്കുന്നതും വളരെ വളരെ ഈസി ആയിട്ട് ഈ ഒരു ഡിവൈസിൽ സാധിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനിയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കാൻ പോകുന്നത്. മ്യൂസിക് എക്സ്പീരിയൻസ്, സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ഞാനിത് കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ സംഭവം അടിപൊളിയാണ്. നല്ല ബേസ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സൗണ്ട് ക്ലാരിറ്റിയും അടിപൊളിയാണ്. 100% വോളിയത്തിലാണെങ്കിൽ പോലും വലിയ ഡിസ്ട്രോഷൻസ് ഒന്നും ഇല്ലാതെ നല്ല ക്ലാരിറ്റിയോട് തന്നെ നമുക്ക് പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് സാധിക്കും. പാട്ട് മാത്രമല്ല, മൂവീസ് കാണുന്നുണ്ടെങ്കിൽ അതിനും ഇത് പറ്റും. ഞാൻ ടിവിയിലൊക്കെ കണക്ട് ചെയ്ത് പല മൂവീസ് ഒക്കെ ഇട്ട് നോക്കിയിരുന്നു. എല്ലായിടത്തും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സറൗണ്ടിങ് സിസ്റ്റം ഒന്നും നമുക്ക് കിട്ടത്തില്ല. ഇപ്പൊ നമ്മളൊരു സൗണ്ട് ബാർ ഒക്കെ വെച്ചിട്ട് സാറ്റലൈറ്റ് സ്പീക്കർ ഒക്കെ പലയിടങ്ങളിലായിട്ട് വെച്ചിട്ട് കിട്ടുന്ന ആ ഒരു സെറ്റപ്പ് അല്ല. പക്ഷെങ്കിൽ മൂവി ഒക്കെ കാണുമ്പോൾ തന്നെ നല്ലവണ്ണം നല്ല ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോട് നമുക്ക് അതിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു സ്പീക്കർ ഉപയോഗിച്ച് സാധിക്കുന്നുണ്ട്. അപ്പൊ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇത് ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല. നല്ലൊരു സൗണ്ട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇതുപോലെ ബ്ലൂടൂത്ത് സ്പീക്കർ ഒക്കെ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞ് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്ത് കേൾപ്പിക്കും. നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിൽ അതിന്റെ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ ഇപ്പം ചിലപ്പോൾ ഇയർഫോൺ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെയൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട്. ഇതിന്റെ യഥാർത്ഥ സൗണ്ട് ക്വാളിറ്റി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ഷോപ്പിൽ, ഇത് അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. ഇപ്പൊ ഞാൻ ഈ കേൾപ്പിക്കാൻ പോകുന്ന സൗണ്ട് ഇതിൽ നിന്ന് വരുന്ന സൗണ്ട് ആണെങ്കിൽ പോലും അത് ഞാൻ ഈ മൈക്രോഫോണിൽ റെക്കോർഡ് ചെയ്ത് അതിനുശേഷം നിങ്ങളുടെ ഫോണിന്റെയോ ലാപ്ടോപ്പിന്റെയോ സ്പീക്കറിലൂടെ ആയിരിക്കും നിങ്ങൾ അത് കേൾക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒറിജിനൽ എക്സ്പീരിയൻസ് ഒരിക്കലും കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഉപയോഗിച്ചിടത്തോളം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇതേപോലൊരു DJ സ്പീക്കർ വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റുന്ന ഒരു സ്പീക്കറാണിത്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ബൈ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 13,000 രൂപയാണ് ഇപ്പോൾ ആമസോണിൽ ഇതിന്റെ പ്രൈസ്. വില കൂടുകയും കുറയുകയൊക്കെ ചെയ്യുമായിരിക്കും. എന്തായാലും ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് നിങ്ങൾ ഫോളോ ചെയ്ത് തന്നെ പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കണ്ട. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. തീർച്ചയായിട്ടും എല്ലാ കമന്റുകൾക്കും ഞാൻ റിപ്ലൈ തരുന്നതാണ്. എന്നാലും ഇന്നത്തെ വീഡിയോയുടെ നിർത്തുകയാണ്. നമുക്ക് ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ആയി അടുത്ത വീഡിയോയിൽ കാണാം.